ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി സമൂസ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം നമുക്ക് സമൂസയുടെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കപ്പ് മൈദയിലേക്ക് അല്പം ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്ത മാവ് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ആ സമയം നമുക്ക് സമൂസയിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ 2 സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത്രയും ഒന്ന് നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചക്കറികളായിട്ട് ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഫില്ലിങ്ങിൻ്റെ മസാലയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവയാണ്. ഇവയെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വേവിച്ച് മാറ്റി വെച്ചിരുന്ന പീസും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായിട്ട് നമ്മൾ ഫില്ലിങ്ങിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി ഒരുപാട് കനം കുറയാത്ത രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ശേഷം ഓരോ ഷീറ്റിന് മുകളിലും ഓയിൽ തേച്ച് കൊടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നിന് മുകളിലായിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 3 ഷീറ്റാണ് ഒരു സമയം മുകളിലായിട്ട് അടുക്കി വെക്കുന്നത്. അതെല്ലാം ഒന്ന് അടുക്കി വെച്ച ശേഷം നമുക്കതൊന്ന് നന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ഷീറ്റ് പാനിൽ വെച്ച് നമുക്ക് തിരിച്ചു മറിച്ച് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് കുമിള പൊങ്ങുന്നത് വരെയാണ് അതിൻ്റെ വേവ്. ഷീറ്റ് ചുട്ടെടുത്ത ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിൽ നിന്ന് വേർതിരിച്ച് മാറ്റി വയ്ക്കാം. വേർതിരിച്ചെടുത്ത ഷീറ്റുകൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമുക്ക് സമൂസയുടെ സൈഡുകൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദയും വെള്ളവും കൂടി കലക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ച ഷീറ്റുകൾ കോൺ രൂപത്തിൽ മടക്കി അതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഫില്ലിങ് നിറച്ച ശേഷം സമൂസയുടെ സൈഡുകളിലെല്ലാം ആ പശ തേച്ച് നന്നായി മടക്കി ഒട്ടിച്ചെടുക്കാം. എല്ലാ സമൂസയും അങ്ങനെ തയ്യാറാക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും നമുക്ക് അത് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിമ്പിളായിട്ട് സമൂസ ഉണ്ടാക്കുന്ന റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.